മനുവിന് ഏറെ സങ്കടം നിറഞ്ഞ ദിവസമായിരുന്നു അത്. അവൻ്റെ എല്ലാമെല്ലാമായ മുത്തച്ഛി ഇതാ മരിച്ചു കിടക്കുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത മനുവിനെ വളർത്തി വലുതാക്കിയത് ആ മുത്തശ്ശിയായിരുന്നു. മനുവിന് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ മുത്തച്ഛിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവൻ അവൻ്റെ ജോലി സ്ഥലത്ത് നിന്നും ഓടി വരികയായിരുന്നു. പക്ഷേ അവനത് കഴിഞ്ഞില്ല. അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശി അവനെ വിട്ടു പോയിരുന്നു. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരമായിരുന്നു മനു ബാംഗ്ലൂരിലെ ആ ജോലിക്ക് പോയത്. മനുവിന് നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. അതാകുമ്പോൾ മുത്തശ്ശിയെ പിരിഞ്ഞിരിക്കേണ്ടി വരില്ലല്ലോ. പക്ഷേ മുത്തശ്ശി അതിന് സമ്മതിച്ചില്ല. മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു, മുത്തശ്ശിയുടെ കാലശേഷം മനുവിന് ആരും കാണില്ല. അതുകൊണ്ട് തന്നെ മനുവിൻ്റെ വിദ്യാഭ്യാസത്തിന് ചേരുന്ന ജോലി തന്നെ അവൻ കണ്ടെത്തണം എന്ന് മുത്തശ്ശിയുടെ നിർബന്ധമായിരുന്നു. അതിപ്പോൾ പുറം രാജ്യത്ത് പോയിട്ടാണെങ്കിൽ അതങ്ങനെ. മനുവിൻ്റെ നല്ല ഭാവി മാത്രം ചിന്തിച്ചിരുന്ന ഒരു മുത്തശ്ശിയാണ് മനുവിനെ ഇപ്പോൾ വിട്ടു പോയിരിക്കുന്നത്. മനുവിൻ്റെ മുത്തച്ഛിക്ക് പഴയ ആളുകളുടെ ചിന്താഗതിയെ അല്ല, മനുവിനെ അവർ നന്നായി തന്നെ പഠിപ്പിച്ചു. അവൻ്റെ പഠനത്തിന് അനുയോജ്യമായ ജോലി വാങ്ങാൻ അവനെ നിർബന്ധിച്ചു. മുത്തശ്ശിക്ക് ആഗ്രഹം അവൻ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ മനു നേരെ വിപരീതവും. അവന് സ്വന്തം നാട്ടിൽ എന്തെങ്കിലും കൃഷിപ്പണി ചെയ്ത് ജീവിക്കണം എന്നായിരുന്നു ആഗ്രഹം. അവന് മുത്തശ്ശിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. അവന് മുത്തശ്ശിയെ അത്രമേൽ ഇഷ്ടമായിരുന്നു. മറ്റു മക്കളും ചെറുമക്കളും ഒക്കെ ഉണ്ടെങ്കിലും മുത്തശ്ശിക്ക് ഏറെ ഇഷ്ടം മനുവിനോടായിരുന്നു. മനുവിന് അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മനുവിനോട് മുത്തശ്ശിക്ക് ഒരു പ്രത്യേക സ്നേഹം. മുത്തശ്ശി കുഞ്ഞിലെ മുതൽക്കേ മനുവിന് ഏറെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവൻ ബാംഗ്ലൂരിൽ പോകുന്നതിന് കുറച്ചു കാലം മുമ്പ് വരെ പോലും മുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവന്. മുത്തശ്ശിയുടെ കഥകൾ കേട്ടാണ് മനു മിക്ക ദിവസങ്ങളിലും ഉറങ്ങാറുള്ളത്. അതിൽ മിക്കതും പുരാണ കഥകളായിരുന്നു. മാടൻ്റെയും മറുതയുടെയും കുട്ടിച്ചാത്തൻ്റെയും ഒക്കെ കഥകളും അതിൽ ഉൾപ്പെടും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുത്തശ്ശി പറയാറുള്ള ഒരു നടന്ന സംഭവമുണ്ട് മുത്തച്ഛനെ പറ്റി. മനു മുത്തച്ഛനെ കണ്ടിട്ടില്ല. മുത്തച്ഛൻ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് മുത്തച്ഛൻ കൊല്ലപ്പെട്ടത് എന്ന് കേൾക്കുമ്പോഴാണ് ആ ഭയാനകമായ സംഭവം മനു അറിയുന്നത്. അത് കേട്ടിരിക്കുമ്പോൾ തന്നെ മനുവിന് രോമാഞ്ചം വരും. മുത്തച്ഛൻ്റെ അച്ഛനപ്പന്മാരെല്ലാവരും കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നവരായിരുന്നു. മുത്തച്ഛൻ്റെ മുതുമുത്തച്ഛൻ, അതായത് മുത്തച്ഛനും 4 തലമുറ മുമ്പുള്ള മുത്തച്ഛൻ, ആ മുത്തച്ഛൻ്റെ പേര് വേലപ്പൻ. വേലപ്പൻ മുത്തച്ഛൻ കുട്ടിച്ചാത്തനെ തൻ്റെ വരുതിയിലാക്കിയിട്ടുണ്ട്. അതായത് വേലപ്പൻ മുത്തച്ഛനെ അനുസരിച്ചും വേലപ്പൻ മുത്തച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തും ഒരു കുട്ടിച്ചാത്തൻ മുത്തച്ഛൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്രേ. ആ കുട്ടിച്ചാത്തൻ വേലപ്പൻ മുത്തച്ഛൻ്റെ കൂടെ വെറുതെ അങ്ങ് കൂടിയതല്ല. വേലപ്പൻ മുത്തച്ഛൻ കുട്ടിച്ചാത്തനെ പിടിച്ചുകെട്ടി വരുതിയിലാക്കിയതാണ്. കുട്ടിച്ചാത്തനെ വരുതിയിലാക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി കളിക്കുന്ന ഒരു സാഹസിക പ്രവൃത്തിയാണ്. മനുവിൻ്റെ മുത്തച്ഛൻ്റെ പേര് വാസു എന്നാണ്. അതായത് മനുവിൻ്റെ മുത്തച്ഛിയുടെ ഭർത്താവ്. ഈ ഭർത്താവാണ് നേരത്തെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ വ്യക്തി. ഈ വാസു മുത്തച്ഛൻ്റെ മുതുമുത്തച്ഛനാണ് വേലപ്പൻ. അതായത് വാസു മുത്തച്ഛനും ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാണിത്. വേലപ്പൻ മുത്തച്ഛന് അദ്ദേഹത്തിൻ്റെ അച്ഛനപ്പന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ സിദ്ധിയാണ് കുട്ടിച്ചാത്തൻ സേവ. വേലപ്പൻ മുത്തച്ഛന് മുമ്പ് വേറെ ആരും തന്നെ കുട്ടിച്ചാത്തന്മാരെ വരുതിയിലാക്കിയിട്ടില്ല. പക്ഷേ വേലപ്പൻ മുത്തച്ഛൻ അത് ചെയ്തു. ആ സാഹസിക പ്രവൃത്തി മുത്തശ്ശി മനുവിന് പറഞ്ഞു കൊടുത്തിരുന്നു. അത് ഇങ്ങനെയായിരുന്നു. കുട്ടിച്ചാത്തൻ സേവ വളരെ നിഷ്ഠയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് തെറ്റിച്ചാൽ കുട്ടിച്ചാത്തൻ നമ്മോട് കോപിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനിഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. പക്ഷേ കുട്ടിച്ചാത്തനെ വരുതിയിലാക്കാൻ പറ്റിയാൽ നമ്മൾ പറയുന്നതെന്തും കുട്ടിച്ചാത്തൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. ധനവും സമ്പത്തും എല്ലാം നമുക്കുണ്ടാകും. അങ്ങനെ വേലപ്പൻ മുത്തച്ഛൻ ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് 7 തലമുറ കഴിഞ്ഞുള്ള മനുവും ഇപ്പോൾ അനുഭവിക്കുന്നത്. ചാത്തനെ വരുതിയിലാക്കാൻ ചില പ്രത്യേക സമയമുണ്ട്. ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചില പ്രത്യേക നിഷ്ഠകളുണ്ട്. അതിനായി
കാലാകാലങ്ങളായി വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട്. ഈ പശു പ്രസവിച്ച് 7-ാം നാൾ കഴിഞ്ഞു വരുന്ന ആദ്യ പൗർണമി ദിവസം 7-ാം യാമത്തിന്റെ അന്ത്യപാദത്തിൽ ചാത്തൻ പശുവിൻ പാൽ കുടിക്കാൻ വരും. ഈ ചാത്തന് ആകെ കൂടി 1.25 അടി പൊക്കമേ ഉള്ളൂ. ചാത്തന്റെ കയ്യിൽ ഒരു അത്ഭുത സിദ്ധിയുള്ള മാന്ത്രിക വടിയുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിന്റെ വലിപ്പമേ ചാത്തൻ ഉണ്ടായിരിക്കുകയുള്ളൂ. കൈകാലുകൾ കുറുകിയിരിക്കുന്ന രൂപം, കണ്ടാൽ ഒരു നിമിഷം നമ്മൾ ഭയന്നു പോകുന്ന രൂപം. അങ്ങനെയുള്ള ഈ ചാത്തൻ പശുവിന്റെ അകിടിൽ തൂങ്ങിക്കിടന്നാണ് പാല് കുടിക്കുന്നത്. പാല് കുടിച്ച് കുടിച്ച് വയറു നിറഞ്ഞ് ചാത്തന് ഉറക്കം വരും. അങ്ങനെ ഉറക്കം തൂങ്ങിയ ചാത്തൻ പശുവിന്റെ അകിടിൽ നിന്ന് പിടിവിട്ട് താഴെ വീഴും. ഇങ്ങനെ താഴെ വീഴുന്ന ചാത്തന്റെ കയ്യിൽ നിന്നും മന്ത്രവടി തെറിച്ചു പോകും. ഇതാണ് മുത്തച്ഛന്റെ സമയം. ഈ ഒരു സമയത്തിനു വേണ്ടി മുത്തച്ഛൻ മന്ത്രങ്ങൾ ഉച്ചരിച്ച് കാത്തിരിക്കും. ചാത്തന്റെ കയ്യിൽ നിന്ന് മന്ത്രവടി തെറിച്ചു പോകുന്ന സമയം മുത്തച്ഛൻ ആ വടിയുമെടുത്ത് ഓടും. ഈ മന്ത്രവടി കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് യഥാർത്ഥ കളി. ഇനി കുറച്ച് മെയ് വഴക്കം വേണം. ഇതിനായുള്ള തയ്യാറെടുപ്പ് ചാത്തനെ പിടിക്കുന്ന ആൾ വർഷങ്ങൾ കൊണ്ടുള്ള പരിശീലനം കൊണ്ട് ആർജിച്ചെടുക്കുന്നതാണ്. ഒരു 25 വയസ്സിന് മുമ്പ് തന്നെ ചാത്തനെ പിടിക്കാനുള്ള വ്യക്തി ഈ പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കണം. അതിവേഗത്തിൽ മാനുകളെ പോലെ വെട്ടിച്ച് ഓടാനുള്ള കഴിവ്, അതിദൂരത്തേക്ക് ചാടാനുള്ള കഴിവ്, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി പിടിക്കാനുള്ള കഴിവ്, ഒരു വില്ല് പോലെ ശരീരത്തെ വളയ്ക്കാനുള്ള കഴിവ്. അങ്ങനെ ഫിസിക്കലായി എന്തെല്ലാം കഴിവുകൾ നേടിയെടുക്കാൻ പറ്റുമോ ആ കഴിവുകളെല്ലാം നേടിയെടുക്കണം. ഇതുമാത്രം പോരാ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവും ആർജിച്ചെടുക്കണം. കാരണം മന്ത്രവടിയും കൊണ്ട് ഓടുന്ന നേരം ചാത്തൻ പല രീതിയിലും നമ്മളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്താൻ ശ്രമിക്കും. ഇതിൽ വീണുപോയാൽ മന്ത്രവടി എടുത്ത ആളെ ചാത്തൻ കൊല്ലും. പശുവിന്റെ അകിടിൽ നിന്നും ഉറക്കം തൂങ്ങി താഴെ വീഴുന്ന ചാത്തൻ ഉണരാൻ അരനാഴികയുടെ ദശാംശം സമയമെടുക്കും. ഉദ്ദേശം 1 മിനിറ്റ്. ഈ സമയമാണ് മുത്തച്ഛന് മന്ത്രവടിയും കൊണ്ട് ഓടാനുള്ള സമയം. മുത്തച്ഛൻ അതിവേഗത്തിൽ ഓടും, ഒപ്പം ചാത്തനും ഓടും. മുത്തച്ഛൻ അതിവേഗത്തിൽ മരത്തിൽ ചാടിക്കയറും, ഒപ്പം ചാത്തനും ചാടിക്കയറും. മുത്തച്ഛൻ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടും, ഒപ്പം ചാത്തനും ചാടും. ചാത്തന്റെ ശക്തി മുഴുവനും ആ മന്ത്രവടിയിലാണ് ഉള്ളത്. അതിനാൽ ചാത്തന് അത് അത്രയും അമൂല്യമായ വസ്തുവാണ്. ഓടിയും ചാടിയും പല രീതിയിലും ചാത്തന് മന്ത്രവടി എടുത്ത ആളെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചാത്തൻ അടുത്ത അടവ് ശ്രമിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചാത്തൻ കരയാൻ തുടങ്ങും. ദയനീയമായി അലറി വിളിച്ച് കരയാൻ തുടങ്ങും. ഈ കരച്ചിലെങ്ങാനും നമ്മൾ വീണാൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചാത്തൻ ആ ക്ഷണം മന്ത്രവടി എടുത്ത ആളെ കൊല്ലും. മുത്തച്ഛന് ഇത് നേരത്തെ അറിയാവുന്നത് കൊണ്ടും പലരുടെ അനുഭവങ്ങളിൽ നിന്നും ഇത് കേട്ടതുകൊണ്ടും മുത്തച്ഛൻ നിന്നില്ല. മുത്തച്ഛൻ ഓടി. ഇത്രയൊക്കെ ചെയ്തിട്ടും നിൽക്കാതെ ഓടുന്ന മുത്തച്ഛനെ കണ്ട് ചാത്തൻ അടുത്ത പരിപാടി തുടങ്ങി, മായാജാലം. ചാത്തൻ ഒടിയനെ പോലെ പല രൂപങ്ങൾ കൈക്കൊണ്ട് മുത്തച്ഛനെ പിന്തുടർന്നു. മാനായും പുലിയായും പന്നിയായും ഒക്കെ മുത്തച്ഛന്റെ പിന്നിലൂടെ ഓടി. പക്ഷേ മുത്തച്ഛൻ വിട്ടുകൊടുത്തില്ല, നിൽക്കാതെ ഓടി. ചാത്തനെ തന്റെ വരുതിയിലാക്കണമെങ്കിൽ മുത്തച്ഛന് ഇനി ചെറിയൊരു കടമ്പ കൂടി കടന്നാൽ മതി. അടുത്തുള്ള അമ്പലക്കുളത്തിലേക്ക് ആ മന്ത്രവടിയും കൊണ്ട് ചാടണം. കാരണം ചാത്തന് വെള്ളം കണ്ടാൽ ഭയമാണ്. മുത്തച്ഛൻ ഈ മന്ത്രവടിയും കൊണ്ട് ഓടിയ വഴിയിലൂടെയുള്ള പരിശീലനം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ഏകദേശം മുത്തച്ഛന്റെ 12 വയസ്സ് മുതൽ. അതുകൊണ്ട് തന്നെ മുത്തച്ഛന് കണ്ണുമടച്ചുകൊണ്ട് ഓടിയാലും ആ വഴിയിലൂടെ ഓടി രക്ഷപ്പെടാൻ കഴിയും. ഓടി ഓടി അവസാന അമ്പലക്കുളത്തിൽ വന്ന് ചാടുന്നത് വരെയാണ് കായികമായുള്ള പരിശീലനം. കുളത്തിന്റെ ഒത്ത നടുവിൽ നിലവെള്ളം ചവിട്ടി നിൽക്കണം. ഇതു കഴിഞ്ഞാൽ പിന്നെ മാനസികമായ പരിശീലനമാണ് നേടേണ്ടത്. ഇത് ഒരു യോഗ പരിശീലനമാണ്. വെള്ളത്തിന് നടുവിൽ മന്ത്രവടിയുമായി നിൽക്കുന്ന മുത്തച്ഛനെ പിന്നെ ചാത്തന് കായികമായി നേരിടാൻ കഴിയില്ല. ഇനി മാനസികമായി നേരിടും. ഇതിൽ നിന്ന് വേണം മുത്തച്ഛന് ഇനി രക്ഷപ്പെടേണ്ടത്. ചാത്തൻ മന്ത്രങ്ങൾ ഉപയോഗിച്ച് വെള്ളം ഇളക്കി മറിക്കും, കൊടുങ്കാറ്റുണ്ടാക്കും. മുത്തച്ഛന്റെ തലയ്ക്കു മീതെ തിരമാലകൾ പോലെ വെള്ളമടിക്കും. മുത്തച്ഛൻ അനങ്ങില്ല. മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് മുത്തച്ഛൻ നിലവെള്ളം ചവിട്ടി അവിടെ നിൽക്കുന്നത്. മുത്തച്ഛൻ ചൊല്ലുന്ന മന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ കുട്ടിച്ചാത്തനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളാണ്. ഇതിലൊന്നും വീഴാത്ത മുത്തച്ഛനോട് ചാത്തൻ അടുത്ത അടവെടുക്കും.
ചാത്തൻ ആജ്ഞാപിക്കാൻ തുടങ്ങും മന്ത്രവടി തിരിച്ചു നൽകാൻ. അതിലും വഴങ്ങിയില്ലെങ്കിൽ ചാത്തൻ അപേക്ഷിക്കാൻ തുടങ്ങും. അതിലും വഴങ്ങിയില്ലെങ്കിൽ ചാത്തൻ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കരയാൻ തുടങ്ങും. ഇതിലൊന്നും മനസ്സിളകാതെ മുത്തച്ഛൻ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ നിൽക്കും. അവസാനം ചാത്തൻ മുത്തച്ഛൻ്റെ മുമ്പിൽ കീഴടങ്ങും. എന്താണ് താങ്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ചാത്തൻ ചോദിക്കും. അവർ തമ്മിൽ അവസാനം ഒരു ധാരണയിലെത്തും. മുത്തച്ഛൻ പറയുന്നത് കേട്ട് മുത്തച്ഛൻ്റെ അടിമയായി ചാത്തൻ നിൽക്കണം. ഇതാണ് ചാത്തനോടുള്ള മുത്തച്ഛൻ്റെ ആവശ്യം. ചാത്തൻ അത് സമ്മതിക്കുകയും ചെയ്യും. ചാത്തൻ ഒരു വട്ടം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ധാരണകളൊന്നും മുത്തച്ഛന് ചാത്തനോട് വയ്ക്കാൻ പറ്റില്ല. ഇനി ചാത്തൻ്റെ ആവശ്യങ്ങളാണ് അടുത്തത്. മുത്തച്ഛൻ ചാത്തൻ സേവ നടത്തണം. ചാത്തൻ എപ്പോഴും സംതൃപ്തനായിരിക്കണം. എന്നെങ്കിലും ഈ ഒരു കാര്യത്തിന് പിഴവ് വന്നാൽ മന്ത്രവടി തിരികെ ചാത്തൻ്റെ കയ്യിൽ വരും. ഇതായിരുന്നു ചാത്തൻ്റെ ആവശ്യം. മുത്തച്ഛൻ അത് സമ്മതിച്ചു. ചാത്തനെ സേവിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. കാഴ്ചയിൽ വളരെ കുഞ്ഞാണെങ്കിലും വിശപ്പിൻ്റെ കാര്യത്തിൽ ചാത്തനെ പിടിച്ചു നിർത്തുക എന്നത് വളരെ പ്രയാസമാണ്. പക്ഷേ ചാത്തനെ കൊണ്ട് തന്നെ മുത്തച്ഛൻ അതിനുള്ള വഴിയും കണ്ടെത്തും. മുത്തച്ഛൻ പറയുന്നതനുസരിച്ച് മന്ത്രവടി തിരികെ കിട്ടാൻ വേണ്ടി ചാത്തൻ മുത്തച്ഛൻ്റെ കൂടെ തന്നെ നിന്നു. ചാത്തൻ്റെ സഹായത്താൽ മുത്തച്ഛൻ ഒരുപാട് സ്വത്തുക്കളും പണവും സമ്പാദിച്ചു. ഒരു 10 തലമുറയ്ക്ക് സുഭിഷ്ടമായി കഴിയാനുള്ള സ്വത്തുക്കൾ മുത്തച്ഛൻ നേടി. മുത്തച്ഛൻ്റെ മരണശേഷം ചാത്തൻ സ്വതന്ത്രനായി. പക്ഷേ മുത്തച്ഛൻ തൻ്റെ മക്കളോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ ചാത്തൻ സേവ നിർത്തരുതെന്ന്. നിർത്തിയാൽ ചാത്തൻ്റെ കോപം നമ്മുടെ കുടുംബം നശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ മനുവിൻ്റെ തലമുറ പോലും ചാത്തൻ സേവ ചെയ്യാറുണ്ട്. ചാത്തനെ കൊണ്ട് നല്ലത് നടന്നതുപോലെ തന്നെ ചാത്തനെ കൊണ്ട് അനിഷ്ടങ്ങളും കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. വേലപ്പൻ മുത്തച്ഛന് ശേഷം 4 തലമുറ കഴിഞ്ഞുള്ള വാസു മുത്തച്ഛൻ, അതായത് മനുവിൻ്റെ മുത്തച്ഛൻ, ഇതുപോലെ ചാത്തനെ പിടിച്ചുകെട്ടാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ചാത്തനെ പിടിച്ചുകെട്ടാൻ പോയ ആ രാത്രിക്ക് ശേഷം വാസു മുത്തച്ഛനെ ആരും കണ്ടിട്ടില്ല. ചാത്തൻ്റെ മായാവലയത്തിൽ അകപ്പെട്ടതാവാം എന്നാണ് വിവരമുള്ളവർ പറഞ്ഞത്. അതിനുള്ള പരിഹാര കർമ്മങ്ങളും അപ്പോൾ തന്നെ ചെയ്തിരുന്നു. ചാത്തനെ വരുതിയിലാക്കാൻ പോയാണ് മനുവിൻ്റെ മുത്തച്ഛനായ വാസു മുത്തച്ഛൻ കൊല്ലപ്പെട്ടത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.